ഒരു കാര്യം, ഒരു സർവത്ത്, ഒരു സെക്ടൻസ് ഫാമിലി ഒരു സർവത്ത് കച്ചവടം നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ചെറിയൊരു വണ്ടിയിൽ ഒരു സർവത്ത് നടത്തുന്ന ആൾ. പക്ഷെ ആൾക്കറിയാം എങ്ങനെ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എത്ര ക്വാണ്ടിറ്റി സോഡ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മധുരം യൂസ് ചെയ്യണം, എത്ര നാരങ്ങ ഉപയോഗിക്കണം, ആൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ ആളെ എക്സ്പെർട്ടാണ്, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ആണ്. ഇയാൾ എന്ത് ചെയ്യണം, ഇയാൾക്ക് ഒരു 5 ഷോപ്പ് തുടങ്ങണം എന്നൊക്കെയാണ്. ഇയാൾക്ക് ഒരു 5 ഷോപ്പ് തുടങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 സ്ഥലത്തും ഇയാൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, ഒരു ദിവസം പോകും, ഒരു ദിവസം ആണെങ്കിൽ അടുത്ത് പോകും, അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കും. പക്ഷെ ഇയാൾ അപ്പുറത്ത് പോകുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡൗൺ ആവും. അല്ല, അപ്പൊ ഇയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആദ്യം തന്നെ ഇയാൾക്ക് ഒരു രണ്ടോ ഇപ്പൊ ആളെ ചിന്തിക്കില്ല, ഒരു 4 ഷോപ്പ് തുടങ്ങണമെങ്കിൽ എന്തായാലും 4 പേര് വേണം. അല്ലെ, അപ്പൊ ആളുകൾ 4 പേര്, ആ 4 പേര് ആൾ എന്ത് ചെയ്യുന്നു, 4 പേര് ആൾ എടുക്കുന്നു. എന്നിട്ട് അവരോട് എന്ത് ചെയ്യുന്നു, ആളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയാണ് ഈ സർവത്ത് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കാന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, എത്ര ക്വാണ്ടിറ്റി എടുക്കണം. ഈ വരുന്ന ആൾക്കാരെ രണ്ടാമത് തിരിച്ചും നമ്മുടെ ഷോപ്പിലേക്ക് വരുത്താൻ എന്താണ്, എങ്ങനെയാണ് ഇവരോട് പെരുമാറാനുള്ള, എന്തെങ്കിലും പ്രശ്നം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം, എന്തെങ്കിലും പോലീസിന്റെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നിട്ട് സോൾവ് ചെയ്യണം. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ആൾക്ക് പറഞ്ഞു മനസ്സിലാക്കി, ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അല്ലെ, പറഞ്ഞു കൊടുക്കുക, ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ദ ടാസ്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മുടെ സ്റ്റാഫുകൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് നമ്മൾ അറിയുന്ന നോളേജ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ആ സർവത്തോടെ അവിടെ നിൽക്കുമ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ പറയും ഓക്കെ നീ ചെയ്തോന്ന് പറയും. അപ്പൊ ആളെന്ത് ചെയ്യും, മറ്റേ ഇരിക്കുന്നവൻ ചെയ്യും, അവനത് കൊളാക്കും. അപ്പൊ തന്നെ ആളെന്ത് ചെയ്യും, ആളെ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കും. ഇത് പറയും പുതിയ ആളാട്ടാ, ശരിയാക്കിയത് കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യും, അയാൾക്ക് കോൺഫിഡൻസ് വന്നു. അപ്പൊ രണ്ടാമത്തെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. പക്ഷെ ചെറിയൊരു സൂപ്പർവിഷൻ കൊടുത്താൽ മതി. 3, 4, 5, 6 വരുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി ഇരിക്കുന്ന ആള് കോൺഫിഡൻസ് ആയി, അയാൾ നേരിട്ട് കൊടുത്തു. അല്ലെ, അപ്പൊ ഇയാളെ ഒറ്റയ്ക്ക് പഠിച്ചു. ഇപ്പൊ നമ്മളവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ ഇയാളോട് നിൽക്കുന്ന അത് എന്ത് പ്രശ്നം, ഇയാൾക്ക് ഒരു ധൈര്യം ചെയ്യുന്ന ആൾക്ക്. പിന്നത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പതുക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പതുക്കെ മാറും. നമ്മൾ അടുത്ത കടയിൽ പോകും. നമ്മൾ അടുത്ത കടയിൽ പോകുമ്പോട്ട് ഫോണിൽ പറയും അത് ചെയ്തില്ലേ, ഞാൻ അവിടെ എന്തെങ്കിലും പ്രശ്നം വിളിച്ചോ. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ ലൈസായിട്ട് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും, എന്തെങ്കിലും പ്രശ്നം സാർ അവിടെ ഉണ്ട്, ഓക്കെ. അപ്പൊ അവനവിടെ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെ, അയാൾ നമ്മളില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സ്റ്റാഫ് നമ്മളില്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളവിടെ നിന്നിട്ട് അവനെ കൂടി ചെയ്യിപ്പിക്കും. എന്തെങ്കിലും എററുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അവന് കോൺഫിഡൻസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ സൂപ്പർവൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്തു, നമ്മൾ മാറി നിന്ന് സൂപ്പർവൈസ് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഇത് റണ്ണായി. അല്ലെ, ആൾക്ക് കോൺഫിഡൻസ് ഒന്നും തോന്നുന്നു. ഫൈൻ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മോണിറ്റർ ചെയ്യാം. മോണിറ്റർ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ 4 പേര് വന്നു. അല്ലെ, 4 പേര് വന്നു. ഇപ്പൊ 5 കടയുണ്ട് നമുക്ക് മൊത്തത്തില്, പഴയ ഒരു കടയും 4 കടയും. അപ്പൊ ആൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആൾക്കൊന്ന് പുതിയ ഒരു ബിസിനസ്സിലേക്ക് പോകണം. ഒരു ബാർ ബിസിനസ് തുടങ്ങണം. ആൾക്ക് ആഗ്രഹം പറയും ബാറിന്റെ ബിസിനസ് തുടങ്ങണം. ബാറിന്റെ ബിസിനസ് തുടങ്ങുമ്പോൾ എന്താ ചെയ്യണം, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി പോകണം. അല്ലെ, ഇതിനൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കിട്ടണം. അപ്പൊ ആളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 പേര് അല്ലെങ്കിൽ 5 പേര് ഒരാളെ പിടിക്കുന്നത് ചെയ്യും, അയാളെ പിടിച്ചിട്ട് സൂപ്പർവൈസർ ആക്കും ഓട്ടോമാറ്റിക്കലി. ഇത് ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല, നീ അവരെ കൺട്രോൾ ചെയ്യാം. ഫൈൻ. അപ്പൊ അവരെ ഞാൻ ചെയ്യാം. അപ്പൊ അവനെ സൂപ്പർവൈസർ ആയി. അപ്പൊ നമ്മുടെ ടീമിൽ തന്നെ ഒരാൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വിളിച്ചു കൊണ്ടുവന്നു, നമ്മുടെ ടീമിൽ തന്നെ നമ്മളെ ആൾ കൊണ്ടുവന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്ത് തുടങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ബിസിനസ്സിലേക്ക് എൻ്റർ ആയി. അല്ലെ, ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റി, 5-ാം വർഷം കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ 5 years കഴിഞ്ഞു സമയമുണ്ട്. 5 years ആയിട്ട് എന്ത് ചെയ്തു, ഞാൻ എന്താ പുതിയ ബിസിനസ്സിലേക്ക് ബാർ തുടങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ എന്റെ ഈ ബിസിനസ് എന്തായി, ഓട്ടോമാറ്റിക്കലി റണ്ണായി. അല്ലെ, നാരങ്ങയോളം ബുദ്ധിമുട്ടില്ല, എന്നാലും റണ്ണായി. അല്ലെ, റണ്ണായി. ദെൻ ഞാൻ പുതിയ ബിസിനസ്സിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. ദെൻ ഞാൻ ഈ സെയിം, അപ്പൊ ഞാൻ അവിടെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. 2 ഡ്രിങ്ക്സിന്റെ തന്നെയാണ്, വേറെ ഡ്രിങ്ക്സ് ആണുള്ളൂ, പക്ഷെ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്തു, അവിടെ ആൾ ഇതുപോലെ തന്നെ ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ നേരത്തെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടീം ബിൽഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കാര്യം മനസ്സിലായില്ല. എങ്ങനെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഇതിൽ കുറെ ERP പല കാര്യങ്ങൾ പറയും. പക്ഷെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ. കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലത് ഡോക്യുമെന്റ് ആക്കിയിട്ട് കൊടുക്കും. ഡോക്യുമെന്റ് ചിലപ്പോൾ ആരും വായിക്കില്ല, തന്നെ എടുക്കും. ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രെയിനിങ് ആയിട്ട്. ഇനി നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ടീം ബിൽഡ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഇത് മാത്രം പോരാ, സിസ്റ്റം മാത്രം പോരാ, നല്ലൊരു ടീമിനുണ്ടാക്കണം. ഈ സീരിയലാണ് പറഞ്ഞിരിക്കുന്നത്, നല്ല ടീം. ആ ടീമായിരിക്കും നമ്മുടെ കോർ ടീമായിരിക്കണം. ഈ ടീമിനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആ ഒരു കണ്ണുകൊണ്ട് കാണണം. ഈ ടീമിനെ ഉണ്ടാക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആദ്യത്തെ 4 ആൾക്കാർ ആയിരിക്കും നമ്മുടെ
മെയിൻ ടീമിന്റെ ആൾക്കാർ മനസ്സിലായി. നമ്മൾ ആദ്യം പറഞ്ഞ ഈ 4-5 പേരാണ് ഈ നമ്മുടെ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ കൂടെ നിർത്തുക എന്നുള്ള സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അടിത്തറ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വന്നാലും പോയാലും അത് പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ സിസ്റ്റം അറിയാം. ഒരു പുതിയൊരാളാവുന്നെങ്കിൽ ട്രൂപ്പറേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇവർ തന്നെ അവർ ട്രെയിൻ ചെയ്യും. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അവർ ട്രെയിൻ ചെയ്യും, ആ ട്രെയിനിങ് നടക്കും, അവർ പോവും. ഇനി നാളെ എക്സിറ്റ് ആയിക്കോട്ടെ കമ്പനി വേറെ ആളെടുത്തും ട്രെയിൻ ചെയ്യും. പക്ഷെ ഇത് നമ്മൾ ഇതിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇതിന് നടന്നു. ഓക്കെ.